ഈ പിടിക്കൽ സീരീസ് ഇനിയും തുടരും, അല്ലെങ്കിൽ എൻ്റെ പച്ചക്കറി എല്ലാം കളയുമാർ. അവരുടെ പല്ലേ ചില്ലറ പല്ലായിരിക്കത്തില്ല. കുറേ പല്ലുകൾ കണ്ടിട്ടുള്ള ഞാൻ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കും. ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ ഞെട്ടും. ഇത് കണ്ടോ, എലിക്കുട്ടന്മാരുടെ പണിയാന്നേ. ഞങ്ങൾക്കിവിടെ 4 പൈപ്പാണുള്ളത്. 4നും ഇപ്പം അടിഭാഗമില്ല. ഇതേ ഒരാളാകാൻ വഴിയില്ല, പലരായിരിക്കും. ഓരോരുത്തരുടെ പല്ലിൻ്റെ ഷാർപ്നെസ്സും കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ കട്ടിങ്സിൻ്റെയും ഡെപ്ത്. നമ്മൾ എത്ര കൃഷി ശ്രദ്ധിച്ച് ചെയ്താലും നമ്മുടെ കൃഷിയെ നശിപ്പിക്കാൻ ചില വില്ലന്മാർ വരും. അവരെ നമ്മൾ പിടിക്കാതെ ഒരു മാർഗവുമില്ല. ഇത് നമ്മുടെ മുന്തിരിച്ചെടിയുടെ ചൂടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് പാലൊക്കെ പാകിയെടുത്തു. ഇതേ അത് കിളിച്ചു വരും. ഓരോ ദിവസവും നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കും. പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അങ്ങ് ഇറങ്ങി നമുക്കേ ഇങ്ങനെ 4 പൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചണിലെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത ഉള്ളിത്തൊലി, ഓറഞ്ച് തൊലി, അങ്ങനെയൊക്കെയുള്ള ഫുഡ് വേസ്റ്റുകൾ, പിന്നെ അത്യാവശ്യം വരുന്ന ചില മുറ്റം തൂത്ത പച്ചിലകൾ, അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെയാണ് ഇടുന്നത്. ഇതേ ചോക്കൂട്ട കാണിച്ചു തരും. ഈ 4 എണ്ണം. അപ്പോൾ ഈ 4 പൈപ്പ് നമ്മൾ ഒരു 3-4 മാസം കൂടുമ്പോൾ മാത്രം ഇതിനെ എടുത്ത് മാറ്റി നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ട് ഇട്ടാൽ മതി. അപ്പോഴേക്കും അത് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഈ ഫുഡ് വേസ്റ്റിനായിട്ടേ ഇവന്മാർ മണ്ണ് തുരന്ന് ഈ പൈപ്പിനകത്ത് കയറും. ആ കൂടെ എന്ത് പറ്റും, പൈപ്പും കൂടെ അവരങ്ങ് മുറിച്ച് ഇട്ടിരിക്കുന്ന ഫുഡ് വേസ്റ്റൊക്കെ അവരെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. ദേ അങ്ങോട്ടുള്ള 2 പേരെ തൊട്ടിട്ടില്ല, കാരണം ഈ 2 പൈപ്പിലാണ് ഇപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഇന്നലെ ഞാൻ ആ പെട്ടി അങ്ങ് കളിച്ചു വെച്ചു. ദേ ഒരാളെ കിട്ടി. നിലത്ത് നിൽക്കുന്ന പച്ചക്കറി മാത്രമല്ല, ഈ ചട്ടി വെച്ചിരിക്കുന്നവരെ അവർ വെറുതെ വിടുകയില്ല. ഈ ചട്ടിക്കകത്ത് കയറിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറിച്ചെടുത്ത് നമ്മുടെ ചെടിയെ വരെ അവന്മാർ വെളിയിലിടും. കണ്ട, ഈ എലിപ്പെട്ടിക്കകത്ത് അമർന്നിരിക്കുന്ന ഇവനെ അങ്ങ് പിടിച്ച് പൊക്കിയെടുത്തേക്കാം. ദേ ഒരു മുട്ടൻ പന്നിയേലിയാകട്ടോ. ദേ ഞാനൊരു പഴത്തിൻ്റെ ഒരു പോർഷനാണ് ഇന്നലെ വെച്ചിരുന്നത്. അത് കയറി കടിച്ചു. തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇതിനി നമുക്കിനി ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേതേ ഈ പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിനെ കൊല്ലുക എന്നുള്ളൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഇതാകുമ്പം ഇനി നമുക്കൊന്നും ചെയ്യേണ്ട.